നീണ്ട 54 ദിവസം കൊണ്ട് കത്തി നശിച്ച ഈജിപ്തിലെ ഫുസ്താദ് പട്ടണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? BC 331 അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്ത് കീഴടക്കി. അന്ന് മുതൽ ഈജിപ്തിന്റെ തലസ്ഥാനം അലക്സാണ്ട്രിയ ആയിരുന്നു. നീണ്ട 1000 വർഷം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം ഇസ്ലാമിന്റെ വ്യാപനം നടന്ന കാലഘട്ടമായിരുന്നു. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം സിറിയ കീഴടക്കി. അദ്ദേഹത്തിന് ഒരു സന്ദേശം വന്നു, ഈജിപ്ത് കീഴടക്കാൻ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ നിർദ്ദേശം. അങ്ങനെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവും സൈന്യവും ഈജിപ്തിലേക്ക് പടയോട്ടം നയിച്ചു. ഈജിപ്ത് കീഴടക്കി. AD 641. അദ്ദേഹം ഇന്നത്തെ ഓൾഡ് കെയ്റോയുടെ തൊട്ടടുത്തൊരു പട്ടണം സ്ഥാപിച്ചു, ഫുസ്താദ്. ഇസ്ലാമിക ഈജിപ്തിന്റെ ആദ്യത്തെ തലസ്ഥാനം. നിരവധി മാർക്കറ്റും കച്ചവട സ്ഥാപനങ്ങളും വന്നു. അതൊരു വലിയ പട്ടണമായി മാറി. ഭരണം മാറി വന്ന് ഉമവിയ കാലഘട്ടം, മറ്റു ഭരണ കാലഘട്ടങ്ങളൊക്കെ മാറി വന്ന് AD 1168 അന്ന് ജെറുസലേം ഭരിച്ചിരുന്ന കുരിശ് സൈന്യാധിപൻ അമാൽറിക് ഒന്നാമൻ ഈജിപ്ത് കീഴടക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഈജിപ്ത് കീഴടക്കി ബിൽബെയ്സ് പട്ടണം തീ വെച്ച് നശിച്ചു. അവിടെയുള്ള വസ്തുക്കൾ മുഴുവനും കൊള്ളയടിച്ചു. അവിടെയുള്ള ജനങ്ങളെ മൊത്തം കൊന്നൊടുക്കി. അടുത്ത ലക്ഷ്യം ഫുസ്താദായിരുന്നു. ഫുസ്താദിൽ അന്ന് ഭരണം നടത്തുന്നത് അത്തീദ് എന്ന 18 വയസ്സുകാരനായ ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വിസിയർ കരുത്തനായ ഷാവറായിരുന്നു. അടുത്ത ലക്ഷ്യം ഫുസ്താദ് ആയതുകൊണ്ട് തന്നെ ആ സൈന്യം ഇങ്ങോട്ട് കയറാതിരിക്കാൻ അദ്ദേഹം ചെയ്ത ഒരു തന്ത്രമായിരുന്നു 20,000 ബാരൽ പെട്രോളോ മറ്റോ, അതിൻ്റെ കൂടെ 10,000-ലധികം ലൈറ്റ് ബോംബുകളും ഉപയോഗിച്ച് അദ്ദേഹം ആ പട്ടണത്തിലെ ജനങ്ങളെ ഒഴിവാക്കി ആ പട്ടണത്തിന് തീ കൊളുത്തി. ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു പട്ടണമായിരുന്നു ഫുസ്താദ്. 7 നിലകൾ, അതിലധികവും വലിയ കെട്ടിടങ്ങളും വലിയ മാർക്കറ്റും നിലനിന്നിരുന്ന അറിയപ്പെടുന്ന ഒരു പട്ടണം ഫുസ്താദ്. അതിന് തീ കൊളുത്തി. നീണ്ട 54 ദിവസം കൊണ്ടാണ് ആ പട്ടണം കത്തിച്ചാമ്പലായത്. ഈ അടുത്ത കാലത്ത് ഈജിപ്ത് ഗവൺമെന്റ് അവിടെ ഖനനം നടത്തി പഴയ പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇന്ന് ഈജിപ്തിലെ ഇസ്ലാമിക് മ്യൂസിയത്തിൽ നമുക്ക് ആ പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും. ഇന്ന് അവിടെ പുതിയ ഒരു മുഖം, പഴയ ഓർമ്മകൾ വരുന്ന രീതിയിൽ പുതിയ കെട്ടിടങ്ങൾ നിലവിൽ വരുന്നത് ഈ അവസാന യാത്രയിൽ ഈജിപ്തിൽ പോയപ്പോൾ കാണാൻ സാധിച്ചു. ഒരു കാലഘട്ടത്തിന്റെ ഇസ്ലാമിക ഈജിപ്തിന്റെ ആദ്യത്തെ തലസ്ഥാനം, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ പട്ടണം.